കഴിഞ്ഞ കുറേ നാളത്തെ ആഗ്രഹമാണ് മാമലക്കണ്ടം യാത്ര. മധുരയിൽ നിന്ന് മൂന്നാർ വഴി തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. സമയം 4 മണിയാകുന്നു. കാനനപാത താണ്ടി അവിടേക്ക് എത്തുമ്പോഴേക്കും നേരം ഒത്തിരി വൈകും. ഇനിയൊരു യാത്ര എപ്പോഴാണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും മാമലക്കണ്ടം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും ചെറിയ കാനനപാതകളും പിന്നിട്ട് യാത്ര മുന്നോട്ട്. 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട മാമലക്കണ്ടം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാനാകില്ല. കാരണം എറണാകുളം ജില്ലയിൽ ഇങ്ങനെ വനവും ഗ്രാമവും ഉണ്ടെന്ന് ആർക്കും അങ്ങനെ അറിയില്ല. കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ 10-11 വാർഡുകളിലാണ് മാമലക്കണ്ടം. മുമ്പ് ഇടുക്കി ജില്ലയിലായിരുന്ന മാമലക്കണ്ടം ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. ഇടുക്കിയുമായി അതിർത്തി പങ്കിടുന്നതും മാമലക്കണ്ടത്താണ്. ഏകദേശം 85 വർഷം മുമ്പാണ് മാമലക്കണ്ടത്ത് ജനങ്ങൾ കുടിയേറി പാർക്കാൻ ആരംഭിച്ചത്. കൃഷി ആവശ്യങ്ങൾക്കായി ജനങ്ങൾ കുടിയേറി. പിന്നീട് അതൊരു ഗ്രാമമായി രൂപാന്തരപ്പെട്ടു. പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട മാമലക്കണ്ടം 4 വശത്താലും വനത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ് മാമലക്കണ്ടത്തെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കാടിന് ഒരല്പം പോലും കോട്ടം വരുത്താതെയാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിച്ചു പോരുന്നത്. ആദിവാസി സംസ്കാരം നിലനിർത്തി ജീവിക്കുന്ന ഒരു പറ്റം ആദിവാസി ഗ്രാമവും അതോട് ചേർന്ന് ജീവിക്കുന്ന നാട്ടുകാരും കേരളത്തിൽ വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. എത്ര കണ്ടാലും മതിവരാത്ത പ്രകൃതിയുടെ വരദാനമാണ് ഇവിടുത്തെ വനങ്ങളും കാഴ്ചകളും. മാമലക്കണ്ടം യാത്ര എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഒരു കുളിരും പച്ചപ്പും ഓടിയെത്തും. കാരണം അതിമനോഹരമായ കാനന യാത്രയാണ് മാമലക്കണ്ടം യാത്ര. കൊച്ചിയിൽ നിന്നും 60 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാമലക്കണ്ടത്തെത്താൻ സാധിക്കും. മാമലക്കണ്ടം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഈ അടുത്ത കാലത്താണ്. 3-4 വർഷമേ ആയിട്ടുള്ളൂ. അതിന് പ്രധാന കാരണം ജിയോ നെറ്റ്വർക്ക് വന്നത് മുതലാണ്. മാമലക്കണ്ടത്തിൻ്റെ ഭംഗി പ്രദേശവാസികളായ 2 വ്ളോഗർമാർ വഴി സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി. അക്കാലത്ത് സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള സ്കൂളിൻ്റെ ദൃശ്യം ട്രെൻഡിംഗ് ആയിരുന്നു. ഗൂഗിൾ മാപ്പ് വഴി തലങ്ങും വിലങ്ങുമോടി ഗ്രാമക്കാഴ്ചകൾ കണ്ടു. അങ്ങോട്ടുള്ള യാത്രയിൽ പലവട്ടം വഴിതെറ്റി. സമയം 6 മണി കഴിഞ്ഞു. നേരെ മാമലക്കണ്ടം സ്കൂളിലേക്ക്. അപ്പോഴേക്കും സന്ധ്യ വൈകിയിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ സിനിമാക്കാരുടെ ഇഷ്ടകേന്ദ്രമായിരുന്നു മാമലക്കണ്ടവും പരിസര പ്രദേശങ്ങളും. കമലഹാസൻ, ഷീല മധു എന്നിവർ അഭിനയിച്ച IV ശശിയുടെ ചിത്രം ഈറ്റ ഇവിടെയാണ് ചിത്രീകരിച്ചത്. പുലിമുരുകൻ എന്ന ചിത്രത്തിന് ദൃശ്യം മികവേകാൻ ഒരു പക്ഷേ ഇതിലും നല്ലൊരു ലൊക്കേഷൻ ഉണ്ടായെന്ന് വരില്ല. പുലിമുരുകൻ എന്ന ചിത്രത്തിൽ ഏവരുടെയും മനം കവരുന്ന കാടും വെള്ളച്ചാട്ടവുമെല്ലാം മാമലക്കണ്ടത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. മാമലക്കണ്ടത്ത് ആദ്യമായി ചിത്രീകരിച്ച സിനിമയല്ല പുലിമുരുകൻ. നേരത്തെ പറഞ്ഞ ഈറ്റ എന്ന പഴയകാല ചിത്രമാണ് ആദ്യമായി ഇവിടെ ചിത്രീകരിച്ചത്. പിന്നീട് ഷിക്കാർ, ആടുപുലിയാട്ടം എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് പുലിമുരുകൻ്റെ വരവ്. മാമലക്കണ്ടം കാടും മലയും നല്ല രീതിയിൽ പകർത്തിയത് പുലിമുരുകൻ ആണെന്ന് മാത്രം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല. കാഴ്ചകളിലേക്ക് പോകുമ്പോൾ പ്രദേശവാസികളുടെ സഹായം തേടുന്നതാണ് എപ്പോഴും നല്ലത്. കാഴ്ചകളിൽ പലതും ഓഫ് റോഡ് ആണെന്നതാണ് സത്യം. സമയം 6 മണി കഴിഞ്ഞു. പെട്ടെന്ന് പോയാൽ മുനിപ്പാറ പോകാം. ജീപ്പ് ഡ്രൈവർ പിന്നെയും ഓർമ്മിപ്പിച്ചു. 15 മിനിറ്റ് അങ്ങോട്ടും 15 മിനിറ്റ് ഇങ്ങോട്ടുമാണ് യാത്ര. അങ്ങനെ മുനിപ്പാറയിലേക്ക് ചെറിയൊരു സാഹസിക ഓഫ് റോഡ് റൈഡ്. ഒരു ചരിത്ര ശിലായുഗത്തിൻ്റെ ബാക്കി പത്രമാണ് മുനിയറ. മാമലക്കണ്ടം ജനങ്ങളുടെ ഒരു ആരാധനാ ശില്പമാണ് മുനിയറ. മഴയില്ലാത്ത കാലങ്ങളിൽ മുനിയറയിൽ ജനങ്ങൾ ഒത്തുകൂടി പായസം വച്ചാൽ മഴയുണ്ടാകുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. എൻ്റെ ചരിത്രങ്ങൾ കിട്ടിയ എവിടെ നിന്നാണ്? അവർ തപസ് ചെയ്യുന്നല്ലേ? പിന്നെ നമ്മളിവിടെ വില പെയ്യുമെന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് എല്ലാ വർഷവും അങ്ങനെ നമ്മൾ ചെയ്തു വരാറുണ്ട്. അത് എല്ലാ വർഷവും അങ്ങനെ നമുക്ക് കിട്ടാറുണ്ട്, മഴ കിട്ടാറുണ്ട്. ഇത് ഒറ്റക്കല്ലായിരുന്നു ഇങ്ങനെ, മേലുള്ള ഒറ്റക്കല്ലായിരുന്നു അല്ലേ? ഒറ്റക്കല്ലായിരുന്നു. ഇവിടെ നിന്നുള്ള കാഴ്ചകളും അതിമനോഹരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മലയായ ആനമുടി ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. മൺസൂൺ കാലത്ത് മുനിപ്പാറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അതിമനോഹരമാണ്. ചുറ്റുപാടുമുള്ള വനനിരകളും പച്ചപ്പും ഒന്നും കാണാൻ പറ്റാതെ വന്നിറങ്ങുന്ന കോടമഞ്ഞും വിവരണാതീതമാണ്. കോയിനിപ്പാറ ഹിൽസ് മാമലക്കണ്ടത്തെ ഏറ്റവും ഉയരം കൂടിയ കുന്നുകളാണ് കോയിനിപ്പാറ മലകൾ. 4 വീൽ ജീപ്പ് യാത്രയ്ക്ക് പറ്റിയ സ്ഥലമാണ് കോയിനിപ്പാറ. മാമലക്കണ്ടത്ത് നിന്ന് കുറഞ്ഞ ചിലവിൽ 5 പേർക്ക് ഒരു ജീപ്പിൽ കോയിനിപ്പാറയ്ക്ക് യാത്ര പോകാൻ സാധിക്കും. അത് ഒരു മറക്കാനാവാത്ത അനുഭവമാണ്. കുളുകുമലയിൽ ഓഫ് റോഡ് ഒന്നുമല്ല എന്നതാണ് സത്യം. ഇത് അനുഭവിച്ച് തന്നെ അറിയണം.
കേരളത്തിലെ ഏറ്റവും സാഹസികത നിറഞ്ഞ ഓഫ് റോഡാണ് ഇതെന്നാണ് ഇവിടത്തുകാർ പറയുന്നത്. യാത്രയ്ക്ക് 4x4 ജീപ്പാണ് ഉചിതം. ഫോർച്യൂൺ, മഹീന്ദ്ര താർ ഉൾപ്പെടെയുള്ള 4x4 ഭീമന്മാർ മാമലക്കണ്ടത്തെ ടെറൈനിൽ മുട്ടുകുത്തി എന്നാണ് ചരിത്രം. 3 കിലോമീറ്റർ ദൂരം 45 മിനിറ്റ് കൊണ്ട് സാഹസികത നിറഞ്ഞ ഓഫ് റോഡ് ആസ്വദിക്കാം. ഇന്ന് 40-ലധികം 4x4 ജീപ്പുകൾ മാമലക്കണ്ടത്തുണ്ട്. 3 കിലോമീറ്റർ ഹെവി ഓഫ് റോഡാണ്. ഇതിപ്പോൾ കേരളത്തിലെ നമ്പർ 1 ഓഫ് റോഡാണ്. എല്ലാ സ്ഥലത്തും പോയിട്ട് വന്നവരും പറഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയ ഓഫ് റോഡ് കേരളത്തിലില്ലാന്ന് പറഞ്ഞു. അത് എവിടെയാണത്? കൊയിനിപ്പാറ എന്ന് പറയും. 3 കിലോമീറ്റർ 3 കിലോമീറ്റർ ചെങ്കുത്താണ്. ഇങ്ങനെ ഇപ്പൊ നമ്മള് പാറ കൂടെ കയറുന്നില്ല, അതുപോലെ തന്നെ ഫുള്ളായിട്ട് കയറുക. പാറയും മണ്ണും ചെളിയൊക്കെ ഉള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ അടിപൊളി ഓഫ് റോഡ്. ഇതിപ്പോ മുനിയറ എവിടെയാണ്? മുനിയറ എന്ന് പറഞ്ഞാൽ ആ മരത്തിന്റെ അവിടെയാണ്. ഒരു 2,500 വർഷം പഴക്കത്തടുത്തുള്ള മുനിയറയാണ്. 3 അറകളായിട്ടുള്ള ഇതാണ്. ഇപ്പൊ അത് 3 ഇങ്ങനെ ഇടിപൊട്ടി 3ആയിട്ടിരിക്കുക. കാണാൻ നമുക്ക് അങ്ങോട്ട് പോകാം. പിന്നെ എവിടത്തേക്ക് ഇപ്പോൾ എത്ര ചാർജ് ചെയ്യുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് അങ്ങോട്ട്? അതിന്റെ ഹിൽ സ്റ്റോപ്പിന്റെ മുകളിലേക്ക് ഹെവി ഓഫ് റോഡ് നമ്മൾ 2,000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. മുനിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഹൈസ്കൂളിന്റെ അവിടെ നിന്ന് നമ്മൾ വരുന്നത് 500 രൂപയാണ് ഒരു ജീപ്പിന്. 5 പേർക്ക് 500 രൂപ എന്ന രീതിയിലാണ്. ഇത് എത്ര മണി വരെയാണ്? ഇത് നമ്മളിപ്പോ ഒരു 6:30 സമയമായില്ലേ. ഇത് കുറച്ചുകൂടി കഴിഞ്ഞ പിന്നെ ലൈറ്റ് എല്ലാം ഔട്ടാവും, പിന്നെ നമുക്ക് കാണാൻ കഴിയത്തില്ല. ഈ സമയം വരെ നമുക്ക് വരാൻ ചെയ്യാൻ പറ്റില്ല. ഈ അവിടെ പോകുന്നത് ഓഫ് റോഡ് എത്ര ടൈം എടുക്കുന്നത്? കയറി പോകുന്നുണ്ട് നമ്മള്. അപ്പൊ വെച്ചാൽ വൈകുന്നേരം സമയങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ട് സൈഡിലുള്ള വെളിച്ചം, അതുപോലെ റിഫൈനറിയുടെ വെളിച്ചം, അങ്ങനെയുള്ള എല്ലാം കാണാൻ പറ്റും. പിന്നെ സൺസെറ്റ് കാണുന്നുണ്ടെങ്കിൽ ഏകദേശം ടൈമായിട്ട് കയറി പോയാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഇതൊക്കെയാണ്. രാവിലെ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ 5:30-ക്കൊക്കെ കയറി പോകുന്നുണ്ട്. 5:30 ടൈമിൽ കയറി പോകും. സൺറൈസ് കാണാനായിട്ട് കയറുന്നതാണ്. എത്ര മണിക്കൂറാണ് അപ്പ് ആൻഡ് ഡൗൺ എടുക്കുന്നത്? അതൊരു 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുത്ത് വേണം നമുക്ക് ഫുൾ ഇതായിട്ട് ചെയ്തു പോയിട്ട് വരാനായിട്ടല്ലേ? എല്ലാ കുട്ടികൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയ അടിപൊളി ഓഫ് റോഡ്. കുഴപ്പമില്ല. 500, 700, 2000 ഇങ്ങനെ വ്യത്യസ്ത നിരക്കിലാണ് സേവനം ലഭ്യമാക്കുന്നത്. വളരെ സ്നേഹമുള്ള ഡ്രൈവർമാരാണ്. മാമലക്കണ്ടത്തിന്റെ ചരിത്രവും ഐതിഹ്യവും വിശദമായി വിശദീകരിക്കാനും ഇവർ മിടുക്കരാണ്. ഓരോ സീസണിലും വ്യത്യസ്ത ഇടങ്ങളിലേക്കാണ് യാത്ര. ഇനിയിപ്പോ പറഞ്ഞ ഇവിടെ ഒരു വാട്ടർഫാളിൽ കൂടെ റിവർ ക്രോസിംഗ് പറഞ്ഞുണ്ട്. അത് ഉരുളിക്കുഴി വാട്ടർഫാൾ എന്ന് പറയും. അങ്ങോട്ടേക്ക് അത് വൈകുന്നേരം ആയതുകൊണ്ടാണ് നമ്മളതിലെ പോകുന്നില്ല. തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്തേക്കാണ് പോകും. പിന്നെ അത് രണ്ടും പിന്നെ അവിടെ കുളിക്കാനൊക്കെ പോകാൻ പറ്റിയ സ്ഥലങ്ങളുള്ളൂ. പിന്നെ കാട്ടിൽ നമുക്ക് അടിപൊളിയാണ് കുളിക്കാനൊക്കെ ഉള്ള എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. അങ്ങനെ ആഴമില്ലാത്ത സ്ഥലങ്ങളാണ്. ഉരുളിക്കുഴി എന്ന് പറഞ്ഞാൽ വലിയൊരു വെള്ളച്ചാട്ടമാണ്. നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടം. ഇപ്പൊ നമുക്ക് ഈ ടൈം ആയാലും ഇപ്പൊ പോകാമായിരുന്നു. അതില് വേണം ജസ്റ്റ് വേണേൽ പോകാൻ വേണമെങ്കിൽ അല്ല വീടെടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് അവിടെ നിന്ന് ആ മലയാണെങ്കിൽ പിന്നെ ഉള്ളത് കൊയിനിപ്പാറ. അതും ഇപ്പൊ പോയിട്ട് കാര്യമില്ല നമ്മള്. അത് നമുക്ക് 2 മണിക്കൂർ വേണം പോയിട്ട് വരാൻ. അത് 3 കിലോമീറ്റർ 40 മിനിറ്റ് കയറി ചെല്ലാൻ വേണം. പിന്നെ അവിടെ റെസ്റ്റ്. വലിയൊരു 3 വ്യൂ പോയിന്റ് ഉണ്ട്. അടിപൊളി സ്ഥലങ്ങളാണ്. മേളിൽ വ്യൂ പോയിന്റ് ഉണ്ടല്ലേ? അവിടെ എന്തൊക്കെ കാണുന്നത്? അവിടെ ചെന്നതിനായിട്ടും ടോപ്പ് ചെയ്തിട്ട് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് 4 ജില്ലയുടെ ഭാഗം കാണാം. നല്ല കാലാവസ്ഥയാണെങ്കിൽ തെളിഞ്ഞു കിടക്കുവാണെങ്കിൽ കോടയൊന്നും ഇല്ലെങ്കിൽ കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ, എറണാകുളം ഇങ്ങനെ 4 ജില്ലയുടെ ഭാഗങ്ങൾ ഭംഗിയായിട്ട് കാണാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ വേറെ ഉള്ളത് ഈ കുളിക്കുന്ന പറഞ്ഞ സ്ഥലം എവിടെയാണ്? ഉരുളിക്കുഴി വാട്ടർഫാൾ. ഉരുളിക്കുഴി വാട്ടർഫാൾസ് അവിടെയാണ് കുളിക്കുന്നത്. അവിടെ വലിയൊരു വെള്ളച്ചാട്ടമാണ്. ഒരുപാട് പേര് വന്ന് അവിടെ ഒന്ന് കുളിക്കും. അവിടെ ചെന്നയാടെ നമ്മൾ കയറി പോരില്ല. അതുപോലൊരു സ്ഥലമാണ്. ആഴം കുറവാണ്. പിന്നെ ഈ ചെക്കടാമ പഴയൊരു KC വീട് സെറ്റ് ചെയ്തിട്ട് ചെക്കടാമണൊക്കെ കെട്ടിയിട്ടാണ്. ചെറിയൊരു തടയണ പോലെ കെട്ടിയിട്ടേക്കുന്നുണ്ട്. അതിനകത്ത് താഴ്ചയില്ല. കുട്ടികൾക്കാണല്ലോ ഇറങ്ങി കുളിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. വെള്ളം നല്ല തണുപ്പുണ്ടോ? അത്ര എളുപ്പം സഞ്ചാരികൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു പ്രദേശമാണ് കല്ലടി വെള്ളച്ചാട്ടം. 2 മലകൾക്കിടയിൽ ഒരു വെള്ളച്ചാട്ടവും അതിവിശാലമായ തടാകവും. അതാണ് കല്ലടി വെള്ളച്ചാട്ടത്തിൽ കാണാൻ കഴിയുന്നത്. ആദിവാസികൾ മാത്രം വസിക്കുന്ന മലയോരമാണ് ഞണ്ടുകുളം. വനത്തിന്റെ മക്കളാണ് അവിടെയുള്ളത്. ആവാറുകുടി അല്ലെങ്കിൽ ഈറ്റ ഗ്രാമം 6 മാസത്തിൽ ഒത്തുകൂടുന്ന ഗ്രാമവും അതിൽ നിറയുന്ന കച്ചവടക്കാരുമാണ് ആവാറുകുടിയിലുള്ളത്. ഷിക്കാർ സിനിമയിൽ കാണുന്ന അതേ ഗ്രാമം. ഈറ്റ വെട്ടുന്ന തൊഴിലാളികളാണ് ഇവിടെ ഒത്തുകൂടുന്നത്. വനത്തിൽ 6 മാസത്തിലൊരിക്കൽ ഒത്തുകൂടുന്ന മാമലക്കണ്ടത്തുകാർ, അതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. മാമലക്കണ്ടം, ആനക്കുളം, മംഗുളം, മൂന്നാർ രാജപാത ഒരു സഞ്ചാരിക്കും മറക്കാൻ പറ്റാത്ത കാനനയാത്രയാകും. എന്നാൽ ഇതിലൂടെ സഞ്ചരിക്കുന്നത് അത്ര എളുപ്പമല്ല. കേരള വനം വകുപ്പിന്റെ കീഴിലുള്ള ഈ പാതയിലൂടെ യാത്ര ചെയ്യാൻ വനം വകുപ്പിന്റെ പ്രത്യേക അനുമതി വേണം. 30 കിലോമീറ്റർ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത യാത്രയാണിത്. ഗൂഗിൾ മാപ്പിലോ മറ്റ് മാപ്പിംഗ് സംവിധാനങ്ങളിലോ ഒന്നും ഈ വഴിയില്ല. മൊബൈൽ നെറ്റ്വർക്കില്ല. കേരളത്തിൽ ആനകളുടെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മേഖലയാണിത്. 10 കിലോമീറ്റർ ചുറ്റളവിൽ 50 കാട്ടാനയെങ്കിലും ഉണ്ടാകുമെന്നാണ് വനം വകുപ്പിന്റെ കണക്കുകൾ പറയുന്നത്.
നാട്ടുകാരുടെ ശ്രമങ്ങളാണ് ഇന്ന് കാണുന്ന മാമലക്കണ്ടത്തിൻ്റെ ടൂറിസത്തിൻ്റെ വളർച്ച. വരും ദിവസങ്ങളിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും വനം വകുപ്പും ഇക്കാര്യങ്ങളിൽ ഇടപെട്ട് കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. മാമലക്കണ്ടം വരുന്ന സഞ്ചാരികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആദിവാസികളെ ഉപദ്രവിക്കാനോ അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ തടസ്സപ്പെടുത്താനോ ശ്രമിക്കരുത്. ഒരു തരത്തിലും മലിനമാക്കാതിരിക്കുക. അനുമതിയില്ലാതെ വനത്തിൽ പ്രവേശിക്കുന്നത് കുറ്റകരമാണ്. നമുക്കൊരു ഈ ജിയോയ്ക്ക് റേഞ്ച് വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇതുണ്ടെന്ന് പറയത്തില്ലേ? ജിയോയ്ക്ക് റേഞ്ച് വന്ന പിന്നെ അതുവരെ നമ്മുടെ നാട് ഇങ്ങനെ ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ജിയോയ്ക്ക് റേഞ്ച് വരികയും നമ്മുടെ നാട്ടിലുള്ള 2 ചേട്ടന്മാർ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇട്ട് തുടങ്ങി. ഒന്ന് എബിൽ എന്ന് പറഞ്ഞ ഒരാളും പിന്നെ അരുൺ പോർക്കാട്ട് എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരാണ് ശരിക്കും നമ്മുടെ നാട്ടിന് ബ്രാൻഡ് അംബാസിഡർമാർ. ഇവരാണ്, അവരാണ് നമ്മുടെ നാടിനെ ഇങ്ങനെ ആക്കിയെടുത്തത്. ഇവിടെ ഒട്ടുമിക്ക വീട്ടിലെ ജീപ്പ് ഉണ്ടല്ലേ? ഇപ്പൊ എല്ലായിടത്തും ജീപ്പായി. ഇപ്പൊ ഈ ഓഫ് റോഡ് 40 ജീപ്പിനടുത്തുണ്ടാവും. എത്ര വില വരുന്നുണ്ട് സെക്കൻഡ്? ഇപ്പൊ കമ്പനി ഇറക്കാനൊക്കെ വിലയായി. കമ്പനി ഇറക്കാനൊക്കെ കൂടുതൽ വിലയായി. ഇനി മഹേന്ദ്ര ജീപ്പിന്റെ ഇതെന്ന് വെച്ചാൽ ജീപ്പിന്റെ ഇതെന്താ വെച്ചാൽ അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ഓഫ് റോഡുകൾ പോയാൽ മാത്രമാണ് ജീപ്പിന്റെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം താറൊക്കെ എങ്ങനെയുണ്ട്? താറൊക്കെ കയറുന്നുണ്ട്. അന്നേരം വെച്ചാൽ ഈ സസ്പെൻഷനാണ് വണ്ടിയുടെ, നമ്മുടെ എല്ലാം ആക്സിലറി അല്ല. സസ്പെൻഷൻ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഓഫ് റോഡുകൾ കൂടുതൽ ഇങ്ങനത്തെ നമ്മളിപ്പോ പോണ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അത്രയും അങ്ങനത്തെ ഓഫ് റോഡാണ്. ഇടിച്ച് പൊളിച്ച് വണ്ടിയും കയറുക. അപ്പൊ പണ്ടത്തെ ടെറയില് ജീപ്പ് എങ്ങനെ ഓടിയോ ആ രീതിയിലുള്ള ഒരു ടെറയിനാണ് ഇപ്പൊ നമ്മളിവിടെ ഓഫ് റോഡ് പോകുന്നത്. അതെന്ന് വെച്ചാൽ അത് കംപ്ലൈൻസ് കൂടുതലായിരിക്കും. മറ്റേത് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. ഇതെന്ന് പറഞ്ഞാൽ അത്രയും ഇത് വരില്ല, എങ്കിലും കംപ്ലൈൻസ് ഉണ്ട്. മറ്റേതിന്റെ 3-ലത് കംപ്ലൈൻസ് വരുള്ളൂ എന്ന് മാത്രം. സേഫ്റ്റി എങ്ങനെയാണ്? സേഫ്റ്റി എന്ത് നമ്മള് അതെന്നേരം ഇങ്ങനെ സ്വന്തം ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഉള്ളവരൊരു ഇതനുസരിച്ച് പോവുക. അപ്പൊ നമുക്ക് ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാർക്ക് അറിയാലോ ഏകദേശം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വന്ന ഒരാൾ ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് കയറി പോരെന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയില്ലല്ലോ ഇവിടെ എന്താ ആനയുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വഴിയാണോ എന്നും ആർക്കും അറിയത്തില്ലായിരിക്കും. അതെ അതെ. അല്ല നമ്മളെ സ്വമേധം ഒരിക്കലും ഇപ്പൊ നമ്മളൊരു ഓഫ് റോഡ് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞ ഒരിക്കലും നമുക്ക് പുറത്ത് വിടണമെങ്കിൽ ആ റോഡ് ടെറൈൻ എന്താന്ന് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. എല്ലാ സീസണിലും എല്ലാ സീസണിലും ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നല്ല സീസൺ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മൺസൂണാണ്. മൺസൂണിലാണ് ഈ പച്ചപ്പും അതുപോലെ തന്നെ ഈ ഇത് കാണാൻ പറ്റണമെങ്കിൽ മൺസൂണിൽ മാത്രമേ പറ്റുള്ളൂ. വേനലാകുമ്പോഴേ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇതിന് കുറെ കാലം ഓടുമ്പോഴേ നമ്മളറിയാലോ ഈ സ്ഥലമൊക്കെ ഇതായി പോകില്ലേ, തിന്നിപ്പോവും. അതുപോലെ സംഭവം വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും നമ്മള് റോഡ് നമ്മൾ പണിയോ ഡ്രൈവേഴ്സ് വണ്ടിക്കാര് തന്നെ വന്ന് ഫുൾ കല്ലിട്ട് കല്ല് വണ്ടിക്ക് കൊണ്ടുവന്ന് അടിച്ച് പണി ഫുൾ കല്ലിട്ട് പണിയുവാ. നമ്മൾ തന്നെ പണിയുവാ. അങ്ങനെ ഇപ്പൊ അങ്ങോട്ടേക്ക് പോണ വഴി വണ്ടി കയറാതെ ആയിരുന്നു ഒരു 2 മാസം മുമ്പേക്ക്. കയറാതെ അതുപോലെ ഹെവി ഓഫ് റോഡായി. എന്നിട്ട് നമ്മൾ തന്നെ വണ്ടി കയറാതെ വരുമ്പോഴത്തേക്കും എല്ലാരും കൂടി വണ്ടിക്കാരെല്ലാരും പോകും. എല്ലാരും സഹകരിച്ച് ചെന്ന് അതിപ്പോ മൊത്തം കല്ലിടുന്ന സ്ഥലത്ത് കല്ലിട്ട് ഫുൾ കല്ല് പാകി പണിയും. അങ്ങനെയാ കയറാൻ വരുമ്പോഴത്തേ എല്ലാവരും അങ്ങനെ ചെല്ലും. ഇപ്പൊ ഒരു വണ്ടിയാണെങ്കിലും എവിടെ താന്നു പോയതുകൊണ്ട് അപ്പൊ തന്നെ എല്ലാ വണ്ടിക്കാരും ചെല്ലും, സഹകരിച്ച് അതേ വിടുള്ളൂ. നിങ്ങൾ ടയർ വളരെ പ്രധാനപ്പെട്ട സംഭവമാണല്ലോ. ടയർ അപ്പൊ പിന്നെ ടയർ എങ്ങനെയാ നമ്മള് ടെറൈനിൽ ഓടിക്കാൻ പറ്റിയ ജീപ്പിന് തന്നെ വന്ന സമയത്ത് ക്രോസ് കെട്ടാന്ന് പറഞ്ഞത് പിന്നെ ബിഗ് റോവർ ക്രോസ് കെട്ട് നമ്മൾ ജീപ്പുകളിൽ ഇപ്പൊ ആ 6 സാധനങ്ങളിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഓഫ് റോഡ് ഓടിക്കാൻ വേണ്ടി മാത്രം ടെറൈനിൽ ഓടിക്കുന്ന ടയറുകൾ മേടിച്ചു. പിന്നെ വലിയ ടയറുകൾ മേടിച്ചിരുന്ന് ഓടിക്കുന്നവരുണ്ട്. നമ്മളൊന്നും ഇതുവരെ അത് പരീക്ഷിക്കാൻ പോയിട്ടില്ല. നമ്മൾ സാധാ ജീപ്പ് വന്നപ്പോൾ ഉള്ള മോഡൽ എങ്ങനെയാണോ അന്നത്തെ ടെറൈനിൽ ഓടിച്ചോണ്ടിരുന്ന ആ രീതിയിൽ തന്നെ ഇന്നും ഫോളോ ചെയ്യണം. ഇൻകേസ് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? പഞ്ചർ ആവുകയോ അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഒരു ജാക്കി വെച്ച് അടുത്ത ടയർ എടുത്തിടും. നമ്മുടെ വണ്ടിയിലേക്ക് അടുത്തൊരു വണ്ടിയിൽ നിന്നാണെന്നും എടുത്തിടും. ജനങ്ങളെ പരസ്പരം കമ്മ്യൂണിക്കേഷന് വേണ്ടി 40 ആൾക്കാരില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് റേഡിയോ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല? ഇങ്ങനെ വയർലെസ് അങ്ങനെ എന്തെങ്കിലും? അല്ല, അത് നമുക്ക് 80% റേഞ്ച് ഉള്ള ഏരിയ ആണ്. ഫോണിന് റേഞ്ച് ഉള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു ആവശ്യം പറ്റില്ല. നിങ്ങളിപ്പം പോകുന്ന സ്ഥലത്ത് റേഞ്ച് ഉള്ളതാണ്? എല്ലായിടത്തും റേഞ്ച് ഉള്ള സ്ഥലങ്ങളാണ്.
നമ്മൾ ഈ വലിയ ഓഫ് റോഡിങ് ഇല്ല, അവിടെ കാട്ടുമൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കാട്ടുമൃഗങ്ങൾ ആനയൊക്കെ കയറി വരാറുണ്ട്. എപ്പോഴും ഇല്ല. ഇപ്പൊ 2 ആഴ്ച മുമ്പൊക്കെ ആനശല്യം ഭയങ്കരമായിരുന്നു. പറമ്പുകളിൽ കയറി അടയ്ക്ക കാവുന്ന സാധനങ്ങളെല്ലാം തിന്നാൻ വേണ്ടി കയറി വരുന്ന അവിടെ കയറി വന്നിരിക്കും. അപ്പൊ ചില സമയത്ത് കാണാം, ചില സമയത്ത് പിന്നെ നമ്മുടെ ഒന്നും നമുക്ക് പറയുമ്പോ കാണാൻ നല്ല രസമായിരിക്കും. പക്ഷെ ഇവരുടെ ഒന്നും റിയാക്ഷൻ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇതിനെ കാണരുതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കപ്പോ ഗസ്റ്റുകൾക്ക് കാണണമെന്ന്, കാരണം എറണാകുളത്ത് ജനിച്ച ഒരാൾക്ക് ഇതിന്റെ റിയാക്ഷൻ എന്താണെന്നോ ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. നമുക്ക് ഇതിനെ നമ്മളിവിടെ ജനിച്ചു നടന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഇതിനെ കാണരുതെന്നും നമ്മുടെ പറമ്പിൽ വരരുതെന്നോ നമുക്കുണ്ട്. കാരണം നമ്മുടെ പറമ്പിൽ വന്നാൽ പറമ്പിലുള്ള ആദായം മൊത്തം നശിപ്പിക്കും, അത് പെരുക്കി തിന്നും, മൊത്തം ഒടിച്ചു പറിച്ച് കളയും. എത്ര ആക്രമിക്കാനും സാധ്യതയുണ്ടല്ലേ? ആക്രമിക്കാൻ അങ്ങനെ ഇതുവരെ അങ്ങനെ ഇല്ല. വണ്ടികളോടൊന്നും പിന്നെ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല. പിന്നെ വൈൽഡ് ആനിമലല്ലേ, ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമുക്ക്. അതാണ് മാമലക്കണ്ടം വനാന്തരത്തിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ സഞ്ചാരിക്കും ലഭിക്കുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ചിലർക്ക് പാറയിലൂടെ കുതിച്ചൊഴുകുന്ന കാട്ടരുവിയിൽ കുളിച്ച് വെള്ളച്ചാട്ടത്തെ സ്പർശിച്ച് നോക്കത്താ ദൂരം കോടമഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന മലയോരങ്ങൾ കണ്ട് കാട്ടിൽ ഉല്ലസിച്ച് കാട്ടുതേനും കാട്ടുവിഭവങ്ങളും രുചിച്ച് കാട്ടിന്റെ മക്കളോട് സൗഹൃദം പങ്കുവച്ച കഥയാണ് പറയാനുള്ളത്. എങ്കിൽ മറ്റു ചിലർക്ക് ആനച്ചൂരിന്റെ ഗന്ധമറിഞ്ഞ് കാട്ടാനകളെ കണ്ട് നടത്തിയ സാഹസിക യാത്രയുടെ കഥയായിരിക്കും പറയാനുള്ളത്. ഓഫ് റോഡിന്റെ സാഹസികത ഇഷ്ടമുള്ളവർക്ക് മാമലക്കണ്ടത്തെ കോയിനിപ്പാറ മലകൾ മറക്കാനാവാത്ത വിസ്മയങ്ങളുടെ ഒരു കലവർ തന്നെ സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല. സമയം ഏറെ വൈകി. മാമലക്കണ്ടം ഒടിച്ചു വച്ചിരിക്കുന്ന കാഴ്ചകളുടെ വിരുന്നുണ്ണാൻ ഇനിയും ഇവിടേക്ക് വരണം. അങ്ങനെ യാത്ര തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. വരുന്ന വഴി ഒരു കൂട്ടം ആനക്കൂട്ടത്തെയും കണ്ടു. ഞങ്ങളുടെ യാത്ര തുടരുകയാണ്.